മലങ്കര സഭാ പഞ്ചാംഗം പ്രകാരം ഏപ്രിൽ മാസത്തെ നീസോൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. നീസോൻ മാസത്തിലെ പ്രാധാന്യമുള്ള ദിവസങ്ങളും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. ഏപ്രിൽ 5 പാമ്പാടി തിരുമേനി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ 60ാം ഓർമ്മദിനം പാമ്പാടി ദേറാൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 6 വലിയ നോമ്പിലെ 6ാം ഞായർ സമ്യോ ഞായർ എന്ന് അറിയപ്പെടുന്നു. യേശു ശീലോഹമിൽ വെച്ച് ജന്മനാന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയ അത്ഭുതത്തെ അനുസ്മരിക്കുന്ന ദിവസം. മലങ്കര ഓർത്തഡോക്സ് സഭ കാതോലിക്ക ദിനമായി കൊണ്ടാടുന്നു. ഏപ്രിൽ 7 6ാം മാർത്തോമ വലിയ മാർ ദീവനാസ്യോസ് മെത്രാപ്പോലിത്തായുടെ 217ാം ഓർമ്മദിനം പുത്തൻകാവ് കത്തീഡ്രലിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 11 40ാം വെള്ളി 40 ദിനരാത്രങ്ങളുടെ നോമ്പാകുന്ന പെട്ടകം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന ദിവസം. ഏപ്രിൽ 12 ബഥാനിയിലെ ലാസറിൻ്റെ ഓർമ്മദിനം ലാസറിൻ്റെ ശനി എന്ന് അറിയപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പൂർത്തീകരണമായി ബഥാനിയിലെ ലാസറിൻ്റെ സഹോദരിയുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചതായ സംഭവത്തെ അനുസ്മരിക്കുന്ന ദിവസം. ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തയുടെ 12ാം ഓർമ്മദിനം ഞാലിയാവഴി മാർ ബസേലിയോസ് ദേറായിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 13 ഓശാന ഞായർ ബഥാനിയിൽ നിന്നും കർത്താവ് കഴുതപ്പുറത്തേറി യെരുശലേമിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. അന്നേ ദിവസം ബാലികാ ബാലദിനമായി സഭ ക്രമീകരിച്ചിരിക്കുന്നു. ഓശാന പെരുന്നാൾ മുതൽ ഒരാഴ്ചക്കാലം ആശ ആഴ്ചയായി ക്രമീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് മുന്നോടിയായുള്ള പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് മരണത്തിന്മേലുള്ള യേശുക്രിസ്തുവിൻ്റെ വിജയത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ ഒരാഴ്ചക്കാലം. ഏപ്രിൽ 14 ഹാശാ തിങ്കൾ 2ാം മാർത്തോമായുടെ 329ാം ഓർമ്മദിനം നിരണം വലിയ പള്ളിയിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 17 പെസഹാ വ്യാഴം കുരിശുമരണത്തിന് മുന്നോടിയായി യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി യേശു അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച ദിവസം. പെസഹാ വ്യാഴത്തെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമായി അനുസ്മരിക്കുന്നു. അന്നേ ദിവസം കാതോലിക്കേറ്റ് രത്നദീപം ഗീവർഗീസ് മാർ ഫീലക്സീനോസ് മെത്രാപ്പോലീത്തയുടെ 74ാം ഓർമ്മദിനം പുത്തൻകാവ് കത്തീഡ്രലിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 18 ദുഃഖവെള്ളി അഥവാ വലിയ വെള്ളിയാഴ്ച മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന ദിവസം. ഏപ്രിൽ 19 ദുഃഖശനി അഥവാ അറിയിപ്പിന് ശനി യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ശയിച്ച മണിക്കൂറുകൾ അനുസ്മരിക്കുന്ന അനുതാപത്തിൻ്റെ ദിവസം. കുരിശുമരണം പ്രാപിച്ച യേശു തനിക്ക് മുൻപേ മൃതരായവരോട് സുവിശേഷം അറിയിച്ചു എന്ന പരമ്പരാഗത വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഈ ദിവസത്തെ അറിയിപ്പിന് ശനി എന്നും വിളിക്കുന്നു. ഏപ്രിൽ 20 കെംതാ പെരുന്നാൾ അഥവാ ഉയിർപ്പ് ഞായർ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഈസ്റ്റർ അഥവാ ഉയിർപ്പ്. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടതകൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളണം എന്നും നമ്മെ പഠിപ്പിക്കുന്ന പെരുന്നാൾ. ഉയിർപ്പ് പെരുന്നാളിന് ശേഷം പുതുഞായറാഴ്ച വരെയുള്ള ദിനങ്ങൾ ഹേവോറോ ദിനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഹേവോറോ എന്ന സുറിയാനി വാക്കിന് വെണ്മ എന്നാണ് അർത്ഥം. 50 ദിനങ്ങൾ നീണ്ടുനിന്ന നോമ്പും ഉപവാസവും കൊണ്ട് പാപാവസ്ഥകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് വെണ്മയുള്ളവരായി ജീവിക്കുവാൻ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങൾ. ഏപ്രിൽ 21 ഹേവോറോ തിങ്കൾ യൂഹാനോന്മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ 231ാം ഓർമ്മദിനം ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 22 3ാം മാർത്തോമായുടെ 337ാം ഓർമ്മദിനം കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 23 മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 24 ഹേവോറോ വ്യാഴം. ഏപ്രിൽ 25 ഹേവോറോ വെള്ളി 10 മൗദ്യാന്മാരുടെയും ഏവങ്കേലിസ്തനായ മാർ മർക്കോസിൻ്റെയും ഓർമ്മദിനമായി സഭ ക്രമീകരിച്ചിരിക്കുന്നു. മഹാനായ 1ാം മാർത്തോമായുടെ 355ാം ഓർമ്മദിനം അങ്കമാലി ചെറിയ പള്ളിയിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 26 ഹേവോറോ ശനി. ഏപ്രിൽ 27 കെംതാ പെരുന്നാളിന് ശേഷം 1ാം ഞായറാഴ്ച സഭ പുതുഞായറായി ക്രമീകരിച്ചിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ഞായർ എന്നും അറിയപ്പെടുന്നു. മാർ ഗ്രിഗോറിയോസ് അബ്ദൽ ജലീൽ ബാവയുടെ 354ാം ഓർമ്മദിനം വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് ആചരിക്കുന്നു. ഏപ്രിൽ 29 പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് പള്ളികൾ സ്ഥാപിച്ച ഇരട്ട സഹോദരങ്ങളായ മാർ ഷാബോർ, മാർ അഫ്രോത്ത് എന്നീ പിതാക്കന്മാരുടെ ഓർമ്മദിനമായി ആചരിക്കുന്നു.